ബഹുമതികളെല്ലാം തന്നെ ഉത്തരവാദിത്തങ്ങളാണ്. സാധാരണഗതിയിലെ ഭാരതം പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചവരാരും തന്നെ സാമൂഹികമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിലൊന്നും കാര്യമായ ഇടപെടലുകൾ നടത്താറില്ല. അവരുടെ മേഖല എന്താണെന്ന് വെച്ചാൽ ആ മേഖലകളിൽ അവർ നടത്തിയിട്ടുള്ള സംഭാവനകളൊക്കെ മുൻനിർത്തിയായിരിക്കാം, മാനിച്ചായിരിക്കാം അത്തരം ബഹുമതികൾ കൺഫർ ചെയ്യുന്നത് രാഷ്ട്രം. പക്ഷേ അവർ അത് വാങ്ങി അതിനോടനുബന്ധമായിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൈപ്പറ്റി വീട്ടിൽ സസുഖം വാഴുകയാണ് ചെയ്യുക. പക്ഷേ ഇതിന് വിപരീതമായി ശ്രീ മമ്മൂട്ടി ഒരു മാതൃകാ പ്രവർത്തനം നടത്തി. അതിന് പ്രശംസിക്കാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് പത്മഭൂഷൺ, രാഷ്ട്രം രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എറണാകുളത്തെ വളരെ പ്രശസ്തമായ മഹാദേവ ക്ഷേത്രമായ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തി എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എറണാകുളത്തപ്പൻ ക്ഷേത്രവും സാമൂഹികമായ ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളെ തന്നെ എല്ലാം തന്നെ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യാറ്. അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് പൊതുവെ സാമൂഹിക പ്രതിബദ്ധതയോ അത് അല്ല രാഷ്ട്രീയ ബോധമോ സാംസ്കാരിക ബോധമോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ക്ഷേത്രം നടത്തിപ്പിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുക, അത്ര തന്നെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരൊക്കെ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ അതിൻ്റെ ഭക്തരും ആവട്ടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ജഡ്ജി, മുൻ മജിസ്ട്രേറ്റ്, അങ്ങനത്തെ ഒരുപിടി ആൾക്കാരാണ്. സാംസ്കാരികമായിട്ട് നല്ല സെൻസിബിലിറ്റി, റിഫൈൻഡ് ആയിട്ടുള്ള സെൻസിബിലിറ്റി ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ചിന്തിക്കുന്നവരും വായിക്കുന്നവരും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നവരും ഒക്കെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി അനുബന്ധിച്ച് നടത്തുന്ന അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ മമ്മൂട്ടിയെ ക്ഷണിച്ചത്. മമ്മൂട്ടി ആ ക്ഷണം സ്വീകരിച്ചതും വളരെ വിപ്ലവാത്മകമായ കാര്യമാണ്. കാരണം മമ്മൂട്ടി ഇടത് ചിന്താധാരയുടെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രത്യക്ഷ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ രാഷ്ട്രീയം പാലിക്കുന്ന ഒരാളാണ് ഇടതുപക്ഷ. അതുകൊണ്ട് എങ്കിൽ കൂടി അദ്ദേഹം വളരെ റിലീജിയസ് ആണ്. ഒരേ സമയം അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട്, ഇടത്തോർത്തിക്ക് തന്നെ മുണ്ടെടുക്കുള്ളൂ, ഒക്കെ ചെയ്യുന്നൊരു കക്ഷി തന്നെയാണ്. മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്ന ഒരാളുമാണ്. അപ്പോൾ ആ കക്ഷി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനം ഉദ്ഘാടനം ചെയ്യാൻ കാണിച്ച ഒരു ആർജവമുണ്ടല്ലോ, ഒരു മുസൽമാൻ എന്ന നിലയിൽ ആർജവം. അദ്ദേഹത്തിന് സ്വസമുദായത്തിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവാം, ഒറ്റപ്പെടുത്തലുണ്ടാവും. അതിനെയൊക്കെ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ വരും വരായികളൊക്കെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടായിട്ടും അദ്ദേഹം അത്തരം, അവർ ഏകദൈവത്തിനെയാണ് വിശ്വസിക്കുന്ന, അത്തരം ഒരു ചടങ്ങിൽ വരികയും ആ അന്നദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ല, പായസം കുടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. വലിയ കാര്യം എന്നേ പറയുള്ളൂ. പ്രത്യേകിച്ചും വംശീയവും ജാതീയവും അതേപോലെ തന്നെ നിറത്തിൻ്റെ പേരിലും ഒക്കെ മനുഷ്യർ തമ്മിൽ പരസ്പരം ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, ചെളിവാരി എറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുള്ളൊക്കെ ഈ സമയത്ത് ഭേദചിന്ത വേണ്ട എന്നൊരു വലിയൊരു സന്ദേശം കൊടുക്കാൻ അദ്ദേഹം
ശ്രമിച്ചു അല്ല സന്ദേശം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയിൽ അദ്ദേഹം ഏർപ്പെട്ടു എന്നുള്ളതാണ്. അധികം പ്രസംഗം ഉണ്ടായിട്ടില്ല, ഇതൊന്നും ഒന്നുമില്ല. ചെന്ന് അദ്ദേഹം ചെയ്ത ജസ്റ്റർ ഉണ്ടല്ലോ, അത് ഭാരതത്തിന് മൊത്തമല്ല, കാരണം ഭാരതം പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ച ഒരു കലാകാരനാണ് അദ്ദേഹം. അത് ലോകത്തിന് മൊത്തം മാതൃകയാകുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇസ്ലാം മതത്തിലും പരിവർത്തനങ്ങൾ ആവശ്യമുണ്ട് എന്നൊരു സൂചനയും കൂടി അതിലുണ്ട്. ഇറാനിലൊക്കെ നടക്കുന്നത് എന്താണ്? ഇറാനിലൊക്കെ നടക്കുന്നത് വളരെ എന്താ ഒരു നൂറ്റാണ്ട് പിന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഭരണാധികാരിയുടെ മകൾക്കൊക്കെ വളരെ എക്സ്ട്രീം മോഡേണുമാണ്. അപ്പോൾ അവിടെ ജനങ്ങളെ ചവിട്ടിപ്പിടിച്ച് മതത്തിൻ്റെയും ഒരു 17-ാം നൂറ്റാണ്ടിലേക്കോ 18-ാം നൂറ്റാണ്ടിലേക്കോ തിരിച്ചു നടത്തുന്ന ഒരു പ്രവണത കേരളത്തിലും കുറേശ്ശെ വന്ന് കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദമുണ്ട്, ജാതിയുടെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർഗീയതയുടെ പേരിലും ഒക്കെയുണ്ട്. ആ സമയത്താണ് അദ്ദേഹം അതിനെയൊന്നും വകവയ്ക്കാതെ ആ ക്ഷണം സ്വീകരിച്ച് അവിടെ വന്ന് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. നിസ്സാര കാര്യമല്ലാതെ അദ്ദേഹത്തിന് വളരെയധികം പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷെ അതിന് അദ്ദേഹം മാനിച്ചില്ല, വകവെച്ചില്ല. മൊത്തം ഇന്ത്യ അത് കണ്ടുപഠിക്കേണ്ട ഒരു സംഗീതം, അത് മൊത്തം ഇന്ത്യക്ക് നൽകിയൊരു സന്ദേശമാണ്. എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ മഹാദേവ ക്ഷേത്രം വളരെ വലിയ ക്ഷേത്രമാണ്. മമ്മൂട്ടി വന്നതുകൊണ്ട് അവിടെ പ്രശസ്തിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും അത് ഈ ദിവസങ്ങളിൽ മമ്മൂട്ടിയുടെ ഈ ജസ്റ്റർ കൊണ്ട് തന്നെ ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്രവും മമ്മൂട്ടിയും കേരളവും ഒരുപോലെ മാതൃകയായി, ഒരുപോലെ അറിയപ്പെടുന്ന ഒരു ജസ്റ്ററാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ബഹുമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അന്നദാനം എന്ന് പറയുന്നത് ഹൈന്ദവ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം, ഏറ്റവും ഉയർന്ന ദാനം എന്ന് പറയുന്നത് അന്നദാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അന്നം ബ്രഹ്മ എന്നാണ് പറയുന്നത്. അതായത് വിശപ്പുള്ള മനുഷ്യനെ കാണാതെ അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നതിലൊരു കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് ആ സന്ദേശമാണ് അത് കൊടുക്കുന്നത്. ആദ്യം തന്നെ അതിൽ അത്തരമൊരു ആരാധന, വിശപ്പുള്ള ഒരു സഹജീവിയോട് കാണിക്കാത്ത ഒരു അനുകമ്പയോ കരുണയോ ഇല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഹൈന്ദവ ദർശനങ്ങൾ പറയുന്നത്. ദൈവത്തെ കാണാൻ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ വിശപ്പുള്ള മനുഷ്യനെ നീ കണ്ടാൽ അല്ലെങ്കിൽ അവരെ പരിഗണിക്കൂ അല്ലെങ്കിൽ കാണൂ, അവനിൽ ബ്രഹ്മമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ദർശനമാണ് ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത്. അത് ഏകദേശം ഖുറാനിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നിൻ്റെ വീടിൻ്റെ 7 വീടുകളിൽ പട്ടിണിയുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ എന്ന് നീ അന്വേഷിക്കുക. അവയിൽ ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിനക്ക് എൻ്റെ മുന്നിൽ സ്ഥാനമില്ല എന്നിട്ട് പറയുന്ന പോലെ ഖുറാനിലുണ്ട്. അവരുടെ ഭക്ഷണം കൂടിയും അവർക്ക് വിശപ്പില്ല, അവർ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നൊരു കാര്യം പറയുന്നുണ്ട് ഖുറാനിലും. അതും വലിയ സന്ദേശമാണ് ഇതിനോടനുബന്ധിച്ച് അനുബന്ധം. എല്ലാ മതങ്ങളും ഒരേ സന്ദേശം തന്നെയാണ് നൽകുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ ബൈബിളിലും പറയുന്നുണ്ട്, നിൻ്റെ സഹോദരനിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവന് ഭക്ഷണം കൊടുക്കുമ്പോൾ നീ എനിക്ക് തരുന്നത് പോലെയാണ്. നീ എന്നെ സ്നേഹിച്ചു, എന്നെ ആരാധിച്ചു, നീ എനിക്ക് വേണ്ടത് തന്നു എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയാമെന്ന് നീ അത്ഭുതപ്പെടുന്നുണ്ടാവാം. നീ എൻ്റെ സഹോദരനെ, ഏറ്റവും താഴെയുള്ള സഹോദരനെ നീ ഭക്ഷണം കൊടുത്തപ്പോൾ നീ എനിക്ക് തന്നതുപോലെ തന്നെയാണ്. എൻ്റെ ഏറ്റവും താഴെ തട്ടുള്ള സഹോദരനെ നീ
വസ്ത്രവും മരുന്നും കൊടുത്തപ്പോൾ, അനുകമ്പ കാണിച്ചപ്പോൾ നീ അത് എന്നെ സ്നേഹിച്ച പോലെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവവേല അല്ലെങ്കിൽ ദൈവാരാധന എന്ന് പറയുന്നത് സഹജീവികളുടെ കണ്ണീരൊപ്പുക, പരസ്പരം സ്നേഹിക്കുക, വിശപ്പ് മറ്റുള്ളവരുടെ വയറ് നിറയാതെ നീ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് ശരിയല്ല, മറ്റുള്ളവരുടെ വിശപ്പും കൂടി അകറ്റേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. സ്നേഹം എന്നത്, ഭക്തി എന്ന് പറയുന്നത് ഒക്കെ തന്നെ ഉത്തരവാദിത്തമാണ്, കരുണയാണ് എന്നൊക്കെയാണ് ഈ സന്ദേശം ഇതിലൂടെ എല്ലാ മതഗ്രന്ഥങ്ങളും കൊടുക്കുന്നത്. മമ്മൂട്ടി അത് പലർക്കും അറിയില്ല. അന്നദാനത്തിനൊക്കെ വരുന്നത് VVIPകളാണ്. അത് പ്രസാദൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പ്രസാദൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പട്ടുസാരി എടുത്ത ആൾക്കാരൊക്കെയാണ് അണിഞ്ഞ് കെട്ടി വരുന്നത്. ദൈവത്തിന് നേരിച്ചതല്ലേ എന്നുള്ളൊരു ബുദ്ധിയുള്ളൂ. അല്ലാണ്ട് സഹജീവികൾക്ക് കൊടുക്കണം എന്നുള്ള സന്ദേശമല്ല, സന്ദേശമാണ് അതെന്ന് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയൊന്നും ആർക്കും ഇല്ല. അവന് മതഗ്രന്ഥങ്ങളൊന്നും അവിടെ ഹൈന്ദവ സമുദായത്തിൽ പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. അവർ സ്വമേധയാ വായിക്കുന്നുമില്ല. അവർ പുഷ്പാഞ്ജലിയും വഴിപാടും മുട്ടർത്ത് പുഷ്പാഞ്ജലി അതൊക്കെ ചെയ്യുന്നത് കഷ്ടകാലം വരുമ്പോൾ. പക്ഷെ അതിലപ്പുറത്തേക്ക് ഹൈന്ദവ ദർശനങ്ങളോളം വലിയ ദർശനം, ഔന്നിത്യമുള്ള ദർശനം വേറെ ഇല്ല. പക്ഷെ അതൊന്നും അറിയുന്നില്ല. പക്ഷെ മമ്മൂട്ടി ചെയ്തത്, മമ്മൂട്ടി നിശബ്ദമായിട്ട് ചാരിറ്റി നടത്തുന്നുണ്ടാവും, നമ്മളാരും അറിയുന്നില്ല, അതൊരു മാതൃകയാവണം ആയിട്ട് വരുന്നില്ല. പക്ഷെ ഈ ഒരു വിഭാഗീയത നിറഞ്ഞ സമൂഹത്തിൽ അദ്ദേഹം ചെയ്ത ഈ ജസ്റ്റർ ഉണ്ടല്ലോ, ചെയ്യാൻ അത് എത്ര നമ്മൾ പ്രശംസിച്ചാലും പോരാതെ വരും. അദ്ദേഹം കാണിച്ച ഈ ആർജവം ഉണ്ടല്ലോ, ആ ആർജവും ഒരു ത്തിനും നമുക്ക് നമിക്കാതെ വയ്യ. നന്ദി, നമസ്കാരം.